ഹലോ മക്കളെ, എല്ലാവർക്കും റായത്തന്നല്ലേ? നോമ്പെല്ലാം തുറന്ന മക്കളെ. ഞാൻ നോമ്പെല്ലാം തുറന്നിട്ട് ഓതിയിട്ടില്ലായിട്ട് എൻ്റെ വീഡിയോൻ്റെ പണി തുടങ്ങി. പിന്നെ എന്ത് മക്കളെ വിശേഷമെല്ലാം? നോമ്പെല്ലാം എങ്ങനെ ഉണ്ടായിന്? ചൂടെല്ലാം കൂടുതലുണ്ടായിന? നോമ്പിന് നല്ല ക്ഷീണമെല്ലാം ഉണ്ടായിന? എന്ത് നിങ്ങൾ കമൻ്റ് ഒന്നും ഇടുന്നേ ഇല്ലല്ലോ. ഇതാ മക്കളെ, സ്ട്രോബെറി കുറച്ച് പാലിലടിച്ചതും കുറച്ച് ബത്തക്കാൻ്റെ ജ്യൂസും. പിന്നെ ഞാൻ ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിന്, ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ ഈ പിസ്സ റോള് നമ്മൾ എല്ലാവരും ഹോട്ടലിൽ പോയിട്ടും ബേക്കറിയിൽ പോയിട്ടും മേങ്ങൽ, ഇനി നമുക്ക് പുരൽ തന്നെ ഉണ്ടാക്കാം. കുറച്ച് ബേക്ക കാച്ചിന് ഞാൻ, അതും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയല്ലേ. പിന്നെ കുറച്ച് പൊട്ടറ്റോ ബജ്ജി ഉണ്ടല്ലോ, അപ്പോൾ അതും ഞാൻ ആക്കിന്. പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന ഉള്ളി ബജ. ഇന്ന് വീഡിയോ എടുക്കാൻ പോലും സമയം ഉണ്ടായിട്ടാണ്, നല്ലോണം ലേറ്റായി പോയി എത്തുമ്പോൾ. അതിൻ്റെ മീത്തൊക്കെ 4 കഷ്ണം കോയും കാച്ചിട്ട് എടുത്തിന്. അതില്ലാണ്ട് പിന്നെ പുള്ള നോമ്പ് തുറക്കുകയല്ല, അവർക്ക് വലിയ ബേജാറാവും. പിന്നെ കുറച്ച് മുസുമ്പി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. മുസുമ്പിക്ക് ഭയങ്കര പുളി, അങ്ങനെ കുറച്ച് പഞ്ചാര എല്ലാം വേറിയിട്ട് ഞാൻ ഇവിടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് ചെറിയ കായ് ഓരോന്ന് തിന്നില്ലെങ്കിൽ പിള്ളേർക്കൊരു സമാധാനം ആവില്ല. സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നല്ലാണ്ട് ഇതെല്ലാം തിന്നൊന്നും ചെയ്യില്ല. ഏതെങ്കിലും ഓർക്ക് ഇഷ്ടമുള്ളത് ഓരോന്ന് തിന്നും. ഞാനെല്ലാം ആക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് കൊടുക്കും. ഓർ ബാണ്ടത് തിന്നും, ബാണ്ടാത്ത ഇളക്കിയിട്ട് പോകും. മാത്രം ആക്കിയില്ലെങ്കിൽ മാപ്പിളക്ക് അത് ഇഷ്ടമാവേ ഇല്ല. നോമ്പ് തുറക്കുമ്പോൾ എല്ലാം ആക്കിയിട്ട് വെച്ചോളണം. ആക്കിയില്ലെങ്കിൽ ഒരു സമാധാന കുറവുണ്ടാവും. പിന്നെ നോമ്പായിട്ട് സമാധാന കുറവ് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കിയിട്ട് വെക്കും. പിന്നെ ഇന്ന് എത്താൻ കുറേ ബൈദോയിന്. ഞാൻ വരുമ്പോഴേക്ക് തന്നെ ബത്തക്കാൻ്റെ സർവത്തും കസുകസ് സർവത്തും ഫുള്ളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ സ്ട്രോബെറി ഞാൻ പാലിൽ അടിച്ച്. ജ്യൂസിൻ്റെ പണി കുറഞ്ഞിട്ടാകുമ്പോൾ തന്നെ എളുപ്പത്തിലായില്ല. എണ്ണൻ്റെ പണി നമ്മൾ ആടെ ഒരിക്കൽ നിന്നെങ്കിൽ അത് ആവും. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് അടിക്കാനെല്ലാം പോകുമ്പോഴേക്കാണ് നമുക്ക് സമയം തയ്യാതായി പോകുന്നത്. ബാങ്കെല്ലാം കൊടുത്ത് മക്കളെ നോമ്പെല്ലാം തുറന്ന് ഇനി ലാത്ത പണിയും എല്ലാം ആയി. ലായക്ക് പിന്നെ കോയിൻ്റെ കറിയും കടുമ്പും എളുപ്പത്തിൽ പണി തീർത്ത്. സമയം ഉണ്ടായിട്ടാണ് വന്നിട്ട് കുറേ കഷ്ടപ്പെടാൻ. പിന്നെ കടുമ്പ് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടം. അത് അങ്ങനെ കടുമ്പ് ചുട്ട് പിന്നെ നെയ്പ്പത്തിലെല്ലാം ചുട്ടറിഞ്ഞെങ്കിൽ എനിക്ക് ഈ നോമ്പ് തുറന്ന ബാറ്റൊക്കെ നെയ്പ്പത്തിലൊന്നും തിന്നാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരുക്കും തിന്നാം, അത്ര തന്നെ. അങ്ങനെ എല്ലാ നോമ്പും നമുക്ക് നല്ലോണത്തിൽ നോക്കാനും നോമ്പ് തുറക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. വീണ്ടും കാണുന്നത് വരെ ജസാക്കല്ലാഹ് ഖൈർ.